ഹലോ, ഞാൻ ലിബില്ലി. അപ്പോൾ ഞാനിന്ന് ബാൾട്ടി എന്ന് പറഞ്ഞ സിനിമ കണ്ടു. കഴിഞ്ഞ ആഴ്ച റിലീസായതാണ്, പക്ഷേ എനിക്കിത് കാണാൻ പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് തന്നെ പോയി കണ്ടു. ഇന്നിപ്പോൾ മറ്റേ ഷേണൈസിലാണ് കണ്ടത്. ഷേണൈസിലെ സ്ക്രീൻ OD4 കണ്ടായിരുന്നു. ഒരു ചെറിയൊരു സ്ക്രീൻ, ചെറിയൊരു OD കാര്യങ്ങൾ. സീറ്റൊക്കെ പുഷ് ബാക്ക് സീറ്റാണ്. പിന്നെ എന്താ, സ്ക്രീനാണെങ്കിൽ ചെറുതുപോലെ തോന്നി. പക്ഷേ ആ തിയേറ്ററിൽ ഇരുന്ന് കാണാനുള്ള വലിപ്പമൊക്കെ ആ സ്ക്രീനുണ്ട്. പക്ഷേ അത് പുറമേ നോക്കുമ്പോൾ നമ്മൾ ഈ വലിയ സ്ക്രീനിൽ കണ്ട് പഠിച്ച് ശീലിച്ച കാരണം അതൊരു ചെറിയ സ്ക്രീനായിട്ട് തോന്നിയത്. പിന്നെ സൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ സൗണ്ട് പൾസിൻ്റെ സ്പീക്കറും കണ്ട, അറ്റ്മോസ് എന്ന് പറഞ്ഞു, പൾസിൻ്റെ സ്പീക്കറാണ്. പിന്നെ സ്ക്രീൻ സോണിയുടെ 4K അങ്ങനെയാണ്. അതാണ് പടം കണ്ടു. പടം കിട്ടില്ല പടം കേട്ടോ. ഈ പണ്ട് സുരാജിൻ്റെ ഒക്കെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, മറ്റേ മുറ എന്ന് പറഞ്ഞൊരു സിനിമ. ഏകദേശം ആ ഒരു ലൈനാണ് ഈ പടത്തിൻ്റെ. കാരണം മറ്റേ കൊട്ടേഷൻ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും അത് കാണാനുണ്ട് കേട്ടോ. പടം കാണാനുണ്ട്. കിട്ടില്ല സൗണ്ട് എഫക്റ്റും മറ്റേ ആക്ഷനും കാര്യങ്ങളൊക്കെ. സൗണ്ടൊക്കെ കിട്ടില്ലായിട്ടുണ്ട്. മറ്റേ BGM ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും കിട്ടില്ലായിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ പടം പൊളിയാണ്. പിന്നെ ഷൈനികത്തിൻ്റെയൊക്കെ ആക്ഷൻ, കഥ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് 4 പേര് ചെന്ന് മറ്റേ ബ്ലേഡും അങ്ങനെ, അതായത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ബ്ലേഡിൻ്റെ ഒക്കെ കൂടെ ബ്ലേഡ് മറ്റേ എന്നിട്ട് ഫിനാൻസ് കൊടുക്കണം, അവരുടെ ഒക്കെ കൂടെ വരുന്നതൊക്കെ കഥ. അപ്പോൾ പടം എന്തായാലും ഒരു തിയേറ്റർ വാച്ചബിൾ ആയിട്ടുള്ളൊരു പടമാണ്. എന്തായാലും അത് OTTക്ക് വേണ്ടി ഇരുന്ന നഷ്ടമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് തന്നെ കിട്ടുമ്പോഴാണ് ആ സിനിമ കണ്ടതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. പിന്നെ പടത്തിൽ ഞാൻ പറഞ്ഞില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, BGM എന്ന് പറഞ്ഞൊരു അമ്മാതിരി BGM, അതേപോലെ ആക്ഷനും. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ വരുമ്പോണ്ടല്ല, ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ, കളി എന്ന് പറയില്ലേ, ചോരയുടെ കളി എന്ന് പറയില്ലേ, ആ സംഭവമാണ് അതിൽ. പിന്നെ ഷൈനികം അവരൊക്കെ കൂടി ഒരു 10-50 പേരൊക്കെ അടിച്ചിരുന്നത് കുറച്ച് നടക്കാത്ത സംഭവമാണ്. എന്നാലും അത് കഥയോടും ഇതൊക്കെ ആയിട്ട് അതിനുള്ള ബിൽഡപ്പ് ആദ്യമേ തുടങ്ങിയ പടത്തിലുണ്ട്. കാരണം ഇവൻ വലിയ ഗുസ്തിക്കാരനാണ്, കബഡി ശരിക്കും പറഞ്ഞാൽ പടത്തിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതാണ്. കബഡി കളിച്ചൊക്കെ നടക്കുന്ന പിള്ളേർ കൊട്ടേഷൻ ഗാങ്ങിൽ പോയി, കൊട്ടേഷൻ ഗാങ് അല്ല മറ്റേ ഫിനാൻസുകാരുടെ അവിടെ പോയി ചേർന്നു. പിന്നെ അതിൽ നിന്ന് ഒരു തിരിച്ചുവരവ് കാര്യങ്ങൾ, പിന്നെ അത് നടക്കാണ്ട് വരുന്നു. അങ്ങനെ അവരുടെ ജീവിതം പോകണു. അതൊക്കെയാണ് പടം പറയുന്നത്. പിന്നെ എന്തിട്ടാ പറയണേ, ലാസ്റ്റ് ഒരു 10-50 പേരെങ്കിലും കൊന്നിട്ടുണ്ട്. ഷൈനിക ആയാലും മറ്റേ അവൻ്റെ കൂട്ടുകാരനായാലും. എന്നിട്ടാണ് ഷൈനികൊക്കെ ലാസ്റ്റ് ഒരു ഉന്നത ഇതിലേക്കൊക്കെ എത്തണുണ്ട്, ഒരു ലെവലിലേക്കൊക്കെ എത്തണുണ്ട്. അതൊക്കെ എങ്ങനെ എത്തിയെന്നൊന്നും ഒരു പിടുത്തം എനിക്ക് കിട്ടുള്ള. കാരണം അപ്പോൾ ഇത്രയും പേരെ കൊന്നതിനൊന്നും ശിക്ഷ ചെയ്യും ഒരു കാര്യങ്ങളും ഇല്ലേ. അതൊക്കെ കഥയുടെ ഒരു ഇത് വരും, സിനിമയുടെ ഒരു ഇതെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ കഥയിൽ ചോദ്യമില്ലെന്നല്ലേ. അത് കാരണം അത് ചോദിക്കല്ല. പടം മൊത്തത്തിലൊരു ഗംഭീര പടം. പിന്നെ എനിക്ക് ഇതിൻ്റെ ട്രെയിലറിൻ്റെ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നണു ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണ്ടിയുള്ളൊരു തുടക്കം പോലെ ഉണ്ട്. കാരണം സെക്കൻഡ് പാർട്ടിനുള്ളൊരു ത്രെഡൊക്കെ ഉണ്ട്, ത്രെഡിലാണ് കൊണ്ടു നിർത്തിക്കുന്നത്. സെക്കൻഡ് പാർട്ട് വരേക്കും. പിന്നെ ഇതിൽ പൂർണിമ എന്തിരീത്താണത് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. അവരാന്ന് തോന്നണു. അവരൊരു ഫിനാൻസിൻ്റെ മറ്റേ ഫിനാൻസ് അങ്ങനെ നമ്മളുണ്ട്. പിന്നെ ഇതിലത്തെ വില്ലെന്ന് പറഞ്ഞാൽ മറ്റേ വിജയുടെ പടത്തിലാണ് മറ്റേ മാള് ഹൈജാക്ക് ചെയ്യണ ആ പടത്തിലാന്ന് തോന്നുന്നു. ഒരു പോലീസുകാരനായിട്ടൊരു പുള്ളിയില്ലേ, ഒരു കണ്ണിൻ്റെ കോങ്ങണ്ണൊക്കെ ആയിട്ടുള്ളൊരു പുള്ളി. ആ പുള്ളി എനിക്ക് പേരറിഞ്ഞൂടാ. ആ പുള്ളിയാണ് ഇതിൽ ചെയ്തിരുന്നത്. പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗംഭീരമായിട്ട് പുള്ളി വില്ല വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഷൈനികത്തിൻ്റെ കൂട്ടുകാരായിട്ട് 4 പേരുണ്ട്. അവരുടെ പേരൊന്നും 3 പേരുണ്ട്. അവരുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഒരാളെ. ബാക്കി 2 പേരെ ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഒരാളെന്ന് പറഞ്ഞാൽ മറ്റേ കണ്ടിട്ടുണ്ട്, മറ്റേ ജോർജ്, മറ്റേ ദൃശ്യം 1 മറ്റേ മരിക്കണവനാണോ? അവനല്ല. എവിടെയോ കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും മസ്റ്റായിട്ട് തിയേറ്ററിൽ കയറി കാണാവുന്നൊരു പടമാണ് ബാൾട്ടി. എനിക്കെന്തായാലും ഒരാഴ്ച മിസ്സായതിൽ ഒരു വിഷമം പോലെ ഇപ്പോൾ തോന്നണു. എന്തായാലും കണ്ടു, നല്ല പടം.